നമസ്കാരം. എസ് വി ജേണലിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. ഇപ്പോൾ കേരളത്തിൽ എമ്പാടും ഇന്നത്തെ ഒരു ദിവസത്തിൻ്റെ പ്രത്യേകത, ഇന്ന് എല്ലാ സ്ത്രീകളും കാത്തിരുന്ന ഒരു ദിവസമായിരുന്നു. ഞങ്ങൾക്ക് ബസ്സിൽ കയറാം, 10 രൂപ പോലും കൊടുക്കാതെ നിർദ്ദിഷ്ട സ്ഥലത്ത് പോയി ഇറങ്ങാൻ സാധിക്കും എന്ന് പറയുന്ന ഒരു വലിയ തോട്ട് അല്ലെങ്കിൽ വലിയൊരു സങ്കല്പത്തിലേക്ക് നമ്മുടെ നാട്ടിലെ കേരളത്തിലെ സ്ത്രീ ജനങ്ങൾ എത്തിയ ഒരു ദിവസമായിരുന്നു. അതുമായി ബന്ധപ്പെട്ടുകൊണ്ട് പല സ്ത്രീകളും ബസ്സിനുള്ളിലേക്ക് കയറുകയും, ഇപ്പോൾ KSRTC ബസ്, പ്രൈവറ്റ് അല്ല, KSRTC ബസ്സിലേക്ക് കയറുകയും ടിക്കറ്റ് ഇല്ലാതെ ഞങ്ങൾ യാത്ര ചെയ്യും എന്ന് അതിലെ ഉദ്യോഗസ്ഥരോട് പറയുകയും ചെയ്തിരുന്നു. പക്ഷേ ചില ആൾക്കാരൊക്കെ, സാധാരണ സ്ത്രീകൾ ഡെയിലി യാത്ര ചെയ്യുന്ന പലരും പൈസ കൊടുത്ത് ടിക്കറ്റ് എടുത്ത് തന്നെ യാത്ര ചെയ്തു. എന്നാൽ ചിലരൊന്നും ഞങ്ങൾ ഇന്ന് മുതൽ സൗജന്യമായി യാത്ര ചെയ്യുന്നു എന്ന് പറഞ്ഞു. ആർക്ക് എതിർക്കാൻ കഴിയും? ഇല്ലാത്ത മഹിളാ മോർച്ച എന്ന് പറയുന്ന ഒരു സംഘടന അവരെല്ലാവരും കൂടി കരുതിക്കുട്ടി ബസ്സിനുള്ളിലേക്ക് കടന്നു കയറുന്നു. KSRTCയിലേക്ക് കടന്നു കയറിക്കൊണ്ട് ഞങ്ങൾ ടിക്കറ്റ് ഇല്ലാതെ യാത്ര ചെയ്യും. KC വേണുഗോപാൽ, അതോടൊപ്പം തന്നെ രമേശ് പിഷാരടിയും ബസ്സിനുള്ളിൽ കയറി നിന്നുകൊണ്ട് ഞങ്ങൾ സ്ത്രീകളോട് പറഞ്ഞിരുന്നു, ഞങ്ങൾക്ക് മെയ് മാസം 15-ാം തീയതി മുതൽ സൗജന്യ യാത്ര KSRTCയിൽ ഉണ്ടാകും. നിങ്ങൾ എവിടെ ഘോഷയാത്ര പോകണോ, നിങ്ങൾ ഉല്ലാസയാത്ര പോകണോ, നിങ്ങൾ എന്തിനു വേണേ പൊയ്ക്കോളൂ, അതിനൊന്നും നിങ്ങൾ 1 രൂപ പോലും മുടക്കണ്ട എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോഴാണ് 15 പോലും ഇതുവരെ മന്ത്രിസഭ അധികാരമേറ്റിട്ടില്ല എന്ന് പറയുന്ന ഒരു വിരോധാഭാസം നമ്മുടെ കേരളത്തിൽ സംഭവിക്കുന്നത്. ഇത്രയും ദിവസം നീണ്ടുനിന്ന ശക്തമായ അടി, ഏറ്റവും ഒടുവിൽ ആ അടിക്കൊടുവിലാണ് 11-ാം നാൾ ഇങ്ങനെ ഒരു സംഭവം കൂടി നടക്കുന്നത്. അപ്പോൾ ഫലത്തിൽ ഈ മഹിളാ മോർച്ചക്കാരോട് പറയാനുള്ള പ്രധാനപ്പെട്ട മറ്റൊരു കാര്യം, ഇവിടെ ഒരു സർക്കാർ അധികാരമേറ്റിട്ടില്ല എന്നുള്ളതാണ്. ഇവിടെ ഒരു സർക്കാർ അധികാരമേറ്റിട്ടില്ല, സത്യപ്രതിജ്ഞ ചെയ്തിട്ടില്ല. ഈ പറയുന്ന ഗതാഗത വകുപ്പ് മന്ത്രി ആരാണ് എന്ന് ഇതുവരെ ആർക്കും അറിയില്ല. മുഖ്യമന്ത്രിയെ മാത്രം തീരുമാനിച്ചു. ഓരോ വകുപ്പുകളും കൈകാര്യം ചെയ്യാൻ തക്ക ശേഷിയുള്ള ഏതൊക്കെ മന്ത്രിമാരെ നിയമിക്കും എന്നുള്ളത് സംബന്ധിച്ചും ഇതുവരെ തീരുമാനമായിട്ടില്ലെന്നേ. പിന്നെ എന്തിനാണ് നിങ്ങൾ സമരത്തിനായി രംഗത്തേക്ക് ഇറങ്ങുന്നത് എന്ന് അവരോട് ചോദിച്ചാൽ അവരൊരു മറുപടി പറയും, തമ്മിലടിച്ചത് ഞങ്ങളുടെ തെറ്റാണോ എന്നവർ ചോദിക്കും. അത് അവരുടെ ന്യായമായ ചോദ്യമാണ്. മഹിളാ മോർച്ചയെ ന്യായീകരിക്കുകയല്ല, അത് ന്യായമായ ചോദ്യമാണ്. 15-ാം തീയതിക്ക് മുതൽ അവർക്ക് ബസ്സിനകത്ത് സൗജന്യ യാത്ര നൽകും എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് നൽകാൻ ഉത്തരവാദിത്തപ്പെട്ടവരാണ് ഈ കേരളത്തിലേക്ക് ഭരണം പിടിച്ചെടുത്തിരിക്കുന്ന UDF എന്ന് പറയുന്ന ടീം UDF. എന്തുകൊണ്ടാണ് പിന്നെ ടീം UDF എന്ന് പറയുന്ന അതിന് ഈ 15-നുള്ളിൽ 10 ദിവസം വേണ്ടി വന്നതൊരു മുഖ്യമന്ത്രിയെ തീരുമാനിക്കാൻ? 12 ദിവസം എന്തുകൊണ്ട് വേണ്ടി വന്നു അവർക്ക് ഒരു സത്യപ്രതിജ്ഞ? 12 അല്ല, 13-14 ദിവസം എന്തിനു വേണ്ടി വന്നു സത്യപ്രതിജ്ഞ ചെയ്യാൻ? അപ്പോൾ തമ്മിലടി തന്നെയാണ്. അപ്പോൾ അവർ ചോദിക്കുന്നതിനകത്ത് ന്യായമുണ്ട്. ഞങ്ങൾ പറഞ്ഞിട്ടല്ലല്ലോ നിങ്ങൾ തമ്മിലടിക്കുന്നത്. ഈ നാട്ടിലെ സ്ത്രീകൾ ആരും ആവശ്യപ്പെട്ടിട്ടല്ലല്ലോ അവർക്ക് KSRTC ബസ്സിൽ സൗജന്യ യാത്ര നൽകും എന്ന് ആവശ്യപ്പെട്ടത്, അല്ലെങ്കിൽ അങ്ങോട്ട് പറഞ്ഞത്. വാഗ്ദാനമായിരുന്നില്ലേ? ഞങ്ങൾ അങ്ങനെ നിങ്ങൾക്ക് വേണ്ടി ചെയ്തു തരും എന്നുള്ള പറഞ്ഞുകൊടുപ്പായിരുന്നില്ലേ? പിന്നെ എന്തിനാണ് അവർക്കെതിരായി കാട്ടാള നീതി പ്രയോഗിക്കുന്നത്? അങ്ങനെ നിങ്ങളുടെ വാക്ക് വിശ്വസിച്ചുകൊണ്ട് 15-ാം തീയതി, മെയ് മാസം 15-ാം തീയതിയായ ഇന്ന് സ്ത്രീകൾ ബസ്സിനുള്ളിലേക്ക് കയറുമ്പോൾ അവരുടെ കയ്യിൽ ഫ്രീ ടിക്കറ്റ് കിട്ടിയില്ലെങ്കിൽ തീർച്ചയായിട്ടും അവർ പ്രതിഷേധിക്കില്ലേ? പ്രതിഷേധിക്കും. അവർ പ്രതിഷേധിച്ചുകൊണ്ടേയിരിക്കും. ആ പ്രതിഷേധമാണ് കേരളം മുഴുവൻ കാണുന്നത്. ഇവിടെ ഒരു പ്രശ്നമുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇനി ഇവിടെ ഒരു ഗതാഗത വകുപ്പ് മന്ത്രിയെ തീരുമാനിക്കേണ്ടതുണ്ട്. അത് ആരായിരിക്കണം എന്നത് സംബന്ധിച്ച് ഇനി ഏത് ഘടകകക്ഷിക്കായിരിക്കും ആ സ്ഥാനം കൊടുക്കേണ്ടത് എന്നതിനെക്കുറിച്ചും ഇതുവരെ ധാരണയൊന്നും ആയിട്ടില്ല. അപ്പോൾ തന്നെയുമല്ല, ഇവിടെ എങ്ങനെ ആയിരിക്കണം സർക്കാർ മുന്നോട്ട് പോകേണ്ടത് എന്നതിനെക്കുറിച്ച് പോലും ഇതുവരെ തീരുമാനമായിട്ടില്ല. തീരുമാനമാകാൻ പോകുന്നതേ ഉള്ളൂ. മന്ത്രിമാരെ തീരുമാനിക്കണം. സത്യത്തിൽ ഇപ്പം വലിയ തട്ടുകേടില്ലാതെ തീരുമാനിക്കാൻ കഴിയുന്നത് ഈ പറയുന്ന VD സതീശനോടൊപ്പം നിൽക്കുന്നത് കുറച്ച് MLA-മാരുടെ വകുപ്പുകൾ മാത്രമാണ്. അതോടൊപ്പം പിന്നെ നമുക്കറിയാവുന്ന പോലെ മുസ്ലിം ലീഗിൻ്റെയും അതോടൊപ്പം തന്നെ ഘടകകക്ഷികളുടെയും ഒക്കെ ഒരു സാന്നിധ്യത്തിൽ നിന്ന്, അല്ലെങ്കിൽ അവരിൽ നിന്നൊക്കെ മന്ത്രിമാരെ ഒരുപക്ഷെ തീരുമാനിക്കാൻ കഴിഞ്ഞേക്കും. എങ്കിൽ തന്നെയും അവിടെയും പിണങ്ങി നിൽക്കുന്ന 2 പേരുണ്ട്. അവരെ ഏത് രീതിയിലായിരിക്കും സമാധാനിപ്പിക്കുക എന്നുള്ളതിൻ്റെ ഒരു പുതിയ വെർഷൻ VD സതീശൻ അവതരിപ്പിക്കേണ്ടി വരും. അവരോട് കാര്യങ്ങൾ പറയുക, എന്ന വകുപ്പുകൾ, അതും സുപ്രധാനമായ വകുപ്പുകൾ. KC വേണുഗോപാൽ ചോദിക്കുന്ന ചെറിയ വകുപ്പുകളൊന്നുമല്ല. അദ്ദേഹത്തിന് ആഭ്യന്തരം വേണം, റവന്യൂ വകുപ്പ് വേണം, അതോടൊപ്പം തന്നെ ആരോഗ്യ വകുപ്പ് വേണം, ധനകാര്യം വേണം, ടൂറിസം വേണം. അപ്പോൾ അങ്ങനെ ഇത്രയും സുപ്രധാനമായ വകുപ്പുകൾ KC വേണുഗോപാലിൻ്റെ അനുയായികളായ MLA-മാർക്ക് നൽകണമെന്ന് കട്ടായം പിടിച്ചു നിൽക്കുകയാണ് KC. അപ്പം അതിലെങ്ങനെ ഒരു സമവായത്തിലെത്താൻ കഴിയും? അപ്പോൾ അവിടെ തന്നെ കിടക്കുന്നില്ലേ? നമ്മൾ ആലോചിച്ച് നോക്കൂ. ആഭ്യന്തരം, ഏറ്റവും സുപ്രധാനമായ വകുപ്പുകളിലൊന്നാണ് ആഭ്യന്തരം. പിന്നീട് വരുന്ന ധനകാര്യം തൊട്ടടുത്ത് കിടക്കുകയാണ്. പിന്നീട് വരുന്ന റവന്യൂ,
ആരോഗ്യം, ടൂറിസം, ഇത്രയും വകുപ്പുകളാണ് കെ സി വേണുഗോപാൽ ചോദിക്കുന്നത്. ഏറ്റവും സുപ്രധാനം എന്ന് പറയുന്ന കേരളത്തിൻ്റെ ഭരണം നടക്കണമെന്നുണ്ടെങ്കിൽ, കേരളത്തിൻ്റെ ഭരണം വളരെ ഭംഗിയായി നടക്കണം എന്നുണ്ടെങ്കിൽ 3 വകുപ്പുകൾ വളരെ കൃത്യമായിരിക്കണം. 3 അല്ല 4 വകുപ്പുകൾ എന്ന് പറയാം. ഒന്ന്, പ്രധാനമായി ആഭ്യന്തര വകുപ്പ് വളരെ ശക്തമായ നിലയിൽ തുടക്കം മുതൽ തന്നെ ഉണ്ടാവണം. 2, വേണ്ട ധനകാര്യ വകുപ്പും വളരെ ഭംഗിയോടുകൂടി ഉണ്ടാവണം. 3, റവന്യൂ വകുപ്പും ആരോഗ്യ വകുപ്പും വളരെ കൃത്യതയോടുകൂടി പ്രവർത്തിക്കേണ്ട കാലമാണെന്നേ ഇത്. ഒന്നാമത് മഴക്കാലം തുടങ്ങാൻ പോകുന്നു. മഴക്കാല പൂർവ്വ ശുചീകരണ പ്രവർത്തനങ്ങൾ അടക്കമുള്ള കാര്യങ്ങൾ ഇവിടെ കേരളത്തിൽ ക്രോഡീകരിക്കപ്പെടണം. അതിനൊക്കെ ഒരു മന്ത്രി ഉണ്ടാവണം. ഈ പറയുന്ന തമ്മിത്തല്ല് നീണ്ടുപോയി കഴിഞ്ഞാൽ ഈ പറയുന്ന സുപ്രധാന വകുപ്പുകളെല്ലാം അന്യാധീനപ്പെട്ടോ അനാഥമാക്കപ്പെടുകയോ ചെയ്യും. അപ്പോൾ തീർച്ചയായിട്ടും ഇവിടെ ഒരു വലിയ സംഘർഷത്തിലേക്ക് കാര്യങ്ങൾ എത്തിപ്പെടുകയും ചെയ്യും. പിന്നീട് ഈ ധനകാര്യ വകുപ്പും അതോടൊപ്പം KSRTC, അത് ഗതാഗത വകുപ്പും എല്ലാം കൂടെ ചേർന്നിട്ട് വേണമല്ലോ ഇങ്ങനെ ഒരു കാര്യം ഇംപ്ലിമെൻ്റ് ചെയ്യാൻ. അതിനപ്പോൾ മെയ് മാസം 15 എന്ന് പറയുന്ന ഒരു ടാർഗറ്റ് അല്ലെങ്കിൽ ഒരു ഡെഡ് ലൈൻ കൊടുത്തത് ഒട്ടും ശരിയായില്ല. അതൊട്ടും ലോജിക്കില്ലാത്ത പ്രവൃത്തിയായിപ്പോയി. മന്ത്രിസഭ പോലും അധികാരമേറ്റിട്ടില്ല. ഇനിയും ഇതുമായി ബന്ധപ്പെട്ട് പഠനം നടത്തുകയും ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഈ പറയുന്ന സർവേ ഇപ്പം കഴിഞ്ഞ ദിവസം സർവേ നടന്നുകൊണ്ടിരിക്കുകയല്ലേ, വനിതാ യാത്രക്കാരുടെ എണ്ണം എടുക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു സർവേ നടന്നുകൊണ്ടിരിക്കുകയാണ്. ടിക്കറ്റിനകത്ത് പ്രത്യേകം മാർക്ക് ചെയ്ത് കൊടുക്കുന്ന ഒരു സാഹചര്യത്തിലേക്ക് പോയിരിക്കുന്നു. ഇനി അതും കഴിഞ്ഞിട്ട് വേണം അത്തരത്തിലുള്ള കണക്കെടുപ്പുകൾ കഴിഞ്ഞ് സംസ്ഥാന സർക്കാരിന് അല്ലെങ്കിൽ KSRTCക്ക് പ്രതിദിനം എത്ര രൂപയുടെ നഷ്ടമുണ്ടാകും എന്നുള്ളത് കണക്കാക്കപ്പെടുകയാണ് വേണ്ടത്. അങ്ങനെ കണക്കാക്കപ്പെടുകയും അതിൻ്റെ തുക അനുസരിച്ചിട്ട് വേണം സംസ്ഥാന സർക്കാർ എത്ര കൊടുക്കേണ്ടി വരും എന്നതിനെക്കുറിച്ച് ചിന്തിക്കാൻ. അപ്പം ഈ പറയുന്ന ധനകാര്യ വകുപ്പിനുള്ളിൽ എത്ര അങ്ങനെ കൊടുക്കാൻ കഴിയും എന്നതിനെക്കുറിച്ച് പറയേണ്ടത് ധനകാര്യ വകുപ്പ് മന്ത്രിയാണ്. അപ്പം അങ്ങനെ തുടങ്ങി നിരവധിയായ കാര്യങ്ങൾ, നിരവധി വകുപ്പുകൾ കോർഡിനേറ്റ് ചെയ്തുകൊണ്ട് വളരെ എളുപ്പത്തിൽ എന്നല്ല കുറച്ച് കാലതാമസമെടുത്ത് ഏകദേശം മിനിമം 1 മാസമെങ്കിലും എടുത്ത് നടപ്പിലാക്കേണ്ട ഒരു പദ്ധതി വളരെ സിമ്പിളായി നിങ്ങൾക്ക് ഞങ്ങൾ അധികാരമേൽക്കുന്നതിന് മുൻപ് തന്നെ സൗജന്യ യാത്ര നൽകാം എന്ന് പറഞ്ഞ ഒരു മഠയത്തരമുണ്ടല്ലോ, അതങ്ങനെ പറയാനേ പറ്റൂ. ഒരിക്കലും അങ്ങനെ ഒരു ഡേറ്റ് പറയാൻ പാടില്ലായിരുന്നു. ഡേറ്റ് പറഞ്ഞിട്ടും എന്നിട്ട് പോലും ഈ പറയുന്ന പദ്ധതികൾ നടപ്പിലാക്കേണ്ടതുണ്ടെന്നേ. ഈ ക്ഷേമ പെൻഷൻ ഇപ്പോൾ അടുത്ത മാസം മുതൽ ക്ഷേമ പെൻഷൻ കൊടുക്കേണ്ടതായിട്ടുണ്ട്. അപ്പോൾ ക്ഷേമ പെൻഷൻ നിങ്ങൾ പറഞ്ഞിരിക്കുന്നത് 3000 രൂപയാണ്. അതായത് 1000 രൂപ വർദ്ധിപ്പിക്കേണ്ടതുണ്ട്. ഇതൊക്കെ കൂടി ആലോചിച്ചെടുക്കേണ്ട തീരുമാനമാണ്. അതിനിടയിൽ ഇപ്പോൾ പറയുന്ന പോലെ KSRTC മാത്രമല്ല രാജ്യത്ത് ഇന്ധന വില വർദ്ധിച്ചിരിക്കുന്നു. പെട്രോളിന് ഡീസലിന് 3 രൂപയാണ് വർദ്ധിച്ചിരിക്കുന്നത്. 3 രൂപ വർദ്ധിക്കുമ്പോൾ ഏകദേശം 100 ലിറ്റർ ഉപയോഗം വരുന്ന ഒരാൾക്ക് 300 രൂപ അധികം ചെലവാക്കേണ്ടി വരുന്നു നമ്മുടെ രാജ്യത്ത്. അപ്പോൾ ഇതിനെന്തൊരു പോംവഴി കണ്ടെത്താൻ സാധിക്കും? ഇത് KSRTCയെ ബാധിക്കും. ഒരു 3 രൂപ എന്ന് പറയുന്ന കാര്യം KSRTC സമയമെടുത്തുള്ള ഒരു ബസ് ഓടുമ്പോൾ 1 ലിറ്റർ ഡീസലിനെ സംബന്ധിച്ച് ഒരു 3-4 കിലോമീറ്ററിൽ താഴെ മാത്രമേ അതിന് ഒരു ലിറ്റർ ഡീസൽ കൊണ്ട് ഓടാൻ കഴിയുള്ളൂ. അപ്പോൾ അങ്ങനെ വരുമ്പോൾ ഈ ഒരു നഷ്ടം KSRTCയെ ബാധിക്കും. ഇതുകൂടി കണക്കിലെടുത്തുകൊണ്ട് വേണം ഈ രീതിയിലുള്ള പദ്ധതികൾ നടപ്പിലാക്കേണ്ടത്. ഇനി ഇന്ധനവില കുറയ്ക്കുന്നതിനാവശ്യമായ ഇപ്പോൾ സെസ് ഏർപ്പെടുത്തിയ സെസ് കുറയ്ക്കാനോ ഇനി അതല്ല നികുതി വേണ്ട എന്നുള്ള കാര്യത്തിൽ തീരുമാനമെടുക്കാനോ ഒക്കെ ഇനി സമയം കിടക്കുകയാണ്. അപ്പം ഒരുപാട് കാലതാമസം എടുത്തുകൊണ്ട് മിനിമം 1 മാസമെങ്കിലും എടുത്തുകൊണ്ട്, ഏറ്റവും കുറഞ്ഞത് 1 മാസമെങ്കിലും എടുത്തുകൊണ്ട് നടപ്പിലാക്കേണ്ട സാമ്പത്തിക പദ്ധതികളാണ്, ക്ഷേമ പദ്ധതികളാണ് വെറുതെ ഒരു മുന്നൊരുക്കവുമില്ലാതെ വാഗ്ദാനത്തിലൂടെ ജനങ്ങളുടെ മുന്നിലേക്ക് അവതരിപ്പിക്കുന്നത്. അത് തെറ്റായി പോയില്ലേ? ഒരു ഡെഡ് ലൈൻ വെച്ചിട്ട്, ഒരു ഡേറ്റ് വെച്ചിട്ട് അങ്ങനെ പറഞ്ഞ് തെറ്റായി പോയില്ലേ? തീർച്ചയായിട്ടും. അതുകൊണ്ടാണല്ലോ ഈ സ്ത്രീകളെല്ലാവരും കൂടെ ബസ്സിനുള്ളിൽ കയറിയിരുന്നുകൊണ്ട് ഈ രീതിയിൽ പ്രതിഷേധിക്കേണ്ടി വരുന്നത്. ഇനി ടിക്കറ്റ് എടുക്കാത്ത യാത്രക്കാരുടെ കണക്കുകൾ ഈ പറയുന്ന കണ്ടക്ടർ എവിടെ കൊണ്ടുവന്ന് കൊള്ളിക്കും? അല്ലെ KSRTC ഇത് ഏത് വകുപ്പിൽ കൊണ്ടുവന്ന് വെക്കും? ഇന്ന് അല്ലെങ്കിൽ ഈ പ്രതിഷേധത്തിൻ്റെ ഭാഗമായി KSRTCക്ക് ട്രിപ്പുകൾ മുടക്കേണ്ടി വരുമ്പോഴുണ്ടാകുന്ന ഈ നഷ്ടം എവിടേക്കാണ് കൊണ്ട് അവസാനിപ്പിക്കുക? അല്ലെ എവിടേക്കാണ് കൊണ്ട് എത്തിക്കേണ്ടി വരിക? അപ്പോൾ ഇങ്ങനെയുള്ള നിരവധി ചോദ്യങ്ങൾ ഇതുമായി ബന്ധപ്പെട്ട് ഉയർന്നു വരുന്നുണ്ട്. പലരും ആ രീതിയിൽ തന്നെ മുന്നോട്ട് സമര പരിപാടികളുമായി ഇനിയും വരും ദിവസങ്ങളിലേക്ക് പോകുമോ എന്നുള്ളത് നമ്മൾ കാത്തിരുന്ന് കാണേണ്ടതുണ്ട്. എന്തായിരുന്നാലും ഒട്ടും ഒരു മുന്നൊരുക്കങ്ങളില്ലാത്ത അല്ലെങ്കിൽ മുൻവിധികളില്ലാത്ത വാഗ്ദാനങ്ങൾ മാത്രമായിരുന്നു ഇത് എന്നൊരു പക്ഷേ കാലം തെളിയിക്കുമായിരിക്കും. മറ്റൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം.